OTT വന്നിട്ട് കാണാമെന്ന് കരുതിയിരിക്കുന്നവർ മിസ്സാക്കാൻ പോകുന്നത് വൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഏതോ പെയ്ഡ് റിവ്യൂക്കാരൻ എഴുതി വിട്ടതാണ്. സിനിമ മാറിപ്പോയതൊന്നുമല്ല, ഇതിൻ്റെ പോസ്റ്റർ വെച്ചാണ് എഴുതിയത്. പിന്നെ OTT കാണാനിരിക്കുന്നവരോട് വരാൻ പോലും ചാൻസ് കുറവാണ്. അവർക്കൊപ്പം ഇവർക്കൊപ്പം നിങ്ങൾ ആർക്കൊപ്പമാണെങ്കിലും അനോമി സിനിമ കാണാൻ പോകുമ്പോൾ മിനിമം 15 പേരെയെങ്കിലും ഒപ്പം കൂട്ടുക. അല്ലാതെ പടവിടില്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അങ്ങനെ 10ാമത്തെയോ 12ാമത്തെയോ തിരിച്ചുവരവ്. ഇതിനു മുന്നേ മഹത്തായ സൃഷ്ടികൾ തന്നിട്ടാണോ പോയത് എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് ആ വാക്ക് തന്നെ തെറ്റാണ്. സ്ഥിരം ക്ലീഷേ സൈക്കോ കില്ലർ സ്റ്റോറി. സ്വല്പം സയൻസ് ഫിക്ഷൻ കൂടി കയറ്റി അവിയൽ പരുവാക്കിയിട്ടുണ്ട്. ട്രോമ, ഡിപ്രഷൻ സ്ക്രീനിലെത്തുന്ന എല്ലാവർക്കും എല്ലാ കഥാപാത്രങ്ങൾക്കുമായിട്ട് കണ്ടിരിക്കുന്ന നമുക്ക് പോലും പകരുമെന്ന് തോന്നും. ഫ്ലാറ്റ് സ്റ്റോറി വലിച്ച് നീട്ടി ഭാവനയുടെ അനിയൻ മിസ്സാകുന്നു. അന്വേഷിക്കാൻ വരുന്ന ഓഫീസറാണ് റഹ്മാൻ. നോക്കണം, എന്തോ ഡ്രോമയിൽപ്പെട്ട് ഫുൾ ടൈം കൂടി വലി ഡിപ്രഷനൊക്കെ അടിച്ചു നടക്കുന്ന ക്ലീശേ നായകൻ. ഈ മെനകെട്ടവന്മാരല്ലാതെ മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവർ അന്വേഷിച്ചാൽ കേസ് തെളിയില്ലേ? എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നത്? പോലീസുകാരോട് എഴുത്തുകാർക്ക് വല്ല വിരോധമുണ്ടോ? പാർട്ടിയുടെ ചട്ടുകമാണെങ്കിൽ എന്തും നടക്കുമെന്നല്ലാതെ കുടിച്ച് വലിച്ച് ഡിപ്രഷൻ അടിച്ച് മെൻ്റൽ പേഷ്യൻസിനെ പോലെ നടക്കുന്നവരെ കൊണ്ടിടുന്ന സ്ഥലമൊന്നുമല്ലല്ലോ പോലീസ് സ്റ്റേഷൻ. റഹ്മാൻ വാ തുറന്നാൽ ശോഭി തിലകൻ്റെ വോയിസും സ്പൂൺ ഫീഡിങ് കോച്ചിങ്ങുമാണ്. തെലുങ്ക് ഡബ്ബ് പടം കാണുന്ന പോലെ. ആളുടെ വോയിസൊക്കെ എല്ലാവർക്കും അറിയാലോ. മെയിൻ ലീഡ് റോൾ ഭാവന. പെർഫോമൻസ് നോക്കിയാൽ നമുക്കറിയാവുന്നതാണ്. ഇവർ ഭീകര പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്നവരല്ല. ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ഇവർ ലീഡ് റോൾ അഭിനയിച്ച ഏതെങ്കിലും വിജയിച്ച സിനിമയുണ്ടോ? വ്യക്തിവിരോധമൊന്നുമല്ല, പവർഫുൾ ആണെന്ന് കാണിക്കാൻ എന്തൊക്കെയോ എഴുതി വെച്ച് ആക്ടിങ് ഒരു വഴിക്ക്, സ്ക്രിപ്റ്റ് വേറെ വഴിക്ക്. മറ്റു കാര്യങ്ങളിൽ അവർക്കൊപ്പമാണെങ്കിലും സിനിമയ്ക്കും ആക്ടിങ്ങിനും ആ സപ്പോർട്ട് കിട്ടില്ല. കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ എന്നേ ഹിറ്റായേനെ. റഹ്മാൻ അന്വേഷിച്ച് മെഴുകി എത്തപ്പെടുമ്പോൾ എല്ലാം നേരത്തെ കണ്ടെത്തി വിധിയും എഴുതിയിരുന്നു നായിക. ഓ അത് പിന്നെ അങ്ങനെയാണല്ലോ. തിയേറ്ററിലൊന്ന് ഓടിച്ചു വിടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നേനെ. 10 കൊല്ലം മുന്നേ തേഞ്ഞൊട്ടിയ സൈക്കോ കില്ലറും നടിമാരുടെ പവർഫുൾ തിരിച്ചുവരവും ബലിയാടാവാൻ ഫീൽഡ് ഔട്ടായ ഒരു നടനും. ഈ കലാപരിപാടി ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോരം തകർന്നു വീണിട്ടും വീണ്ടും പരീക്ഷണമാണല്ലോ. അടുത്ത തിരിച്ചുവരവിനായി നമുക്കും കാത്തിരിക്കാം.